എന്റെ മെയിൻ ചോദ്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ആരെയാണ് അഡ്രസ് ചെയ്യുന്നത്? നിങ്ങൾ ആരെയാണ്, ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? കേരളത്തെ ഭരിക്കുന്ന സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, കരുതൽ, ഇതെല്ലാം നിങ്ങൾ ജനത്തിനാണ് നൽകുന്നത്. ആ ജനമാണ് ആത്യന്തികമായിട്ട് ഇത് അംഗീകരിക്കേണ്ടത്. അല്ലാതെ കേരളത്തിലെ പ്രതിപക്ഷം അല്ല, ലോകത്തെ ഒരു പ്രതിപക്ഷവും സർക്കാരിന്റെ നേട്ടങ്ങൾ ഗംഭീരമാണെന്ന് എന്ന് ഇങ്ങനെ ആരും ക്ലെയിം ചെയ്തിട്ട് പറഞ്ഞില്ല സർ. അങ്ങനെ ഒന്നുമല്ല എൻ്റെ അല്ല, അങ്ങനെ ചോദ്യം. ഉണ്ടാവും. സോറി സോറി സോറി, ഞാൻ അങ്ങനെ ഒന്നുമല്ല അങ്ങനെ ചോദിച്ചത്. പ്രതീക്ഷിക്കാൻ ഞാൻ അങ്ങനെ കഴിയില്ലല്ലോ. ഒന്നുമല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചത് എന്താണ്, തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തെരഞ്ഞെടുപ്പിലാണ് ഇതൊക്കെ മാറ്റുരയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് കേരളം ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. സർക്കാർ വികസനത്തിന് ഊന്നൽ കൊടുക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ഞങ്ങൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കില്ലേ? അവർക്ക് എന്താണ് ബദൽ ഇക്കാര്യത്തിലെന്ന് പറഞ്ഞ ജനം ചോദിക്കില്ലേ? പോയിന്റിലേക്ക് ശരത്ത് വരുന്നില്ല. ഞാൻ നേരത്തെയും ഈ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഈ സർക്കാർ ഒരു പരാജയമാണെന്നോ, കേരളത്തില് പെൻഷന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഈ സർക്കാർ മറ്റു പല സർക്കാരുകളേക്കാൾ പുറകിലാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ അവകാശവാദങ്ങൾ, ഞാനതൊന്നും അല്ല പറഞ്ഞു. എന്താ പറയാ, ജനങ്ങളുടെ മുമ്പിലുണ്ട്. അവർക്ക് സ്വയം വിലയിരുത്താൻ അറിയാം. അവർക്ക് മുമ്പ് കിട്ടിയത് എത്ര, ഇപ്പൊ ശരി കിട്ടിയത് എത്ര, ശരി. അവരുടെ മുമ്പിലുള്ള അവസ്ഥ അവർക്കറിയാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇതിനെ മറികടക്കുന്ന എന്താണ് ഈ സർക്കാരിന്റെ നേട്ടങ്ങളെ മേൽ ഈ കരിനിഴൽ പരത്തുന്നത്? ഒന്ന്, ഞാൻ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാൽ, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്ന് പറയുന്നത് വികസനം ഇല്ലാത്തതല്ല, ഈ പറഞ്ഞ ക്ഷേമമില്ലാത്തതല്ല, മറിച്ച് സർക്കാർ പല കാര്യങ്ങളിലും നിലപാടുകളിൽ ഒരു കൺസിസ്റ്റൻസി പുലർത്തുന്നില്ല. സർക്കാരിന്റെ നിലപാട് മാറ്റം അവർക്ക് ബോധ്യപ്പെടാത്ത മറുപടി സർക്കാർ പലപ്പോഴും നിലപാട് മാറ്റുന്നു. ഈ ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നിലപാട്, ഒരു കമ്മ്യൂണിസ്റ്റ് നിലപാട്, ഒരു തൊഴിലാളി നിലപാട്, ആ നിലപാടിനപ്പുറത്ത് നിന്നുകൊണ്ട് മറ്റു പലതിലേക്കുമാണ് ഈ സർക്കാർ പോകുന്നത്. സർക്കാരിന്റെ പല നിലപാടുകളും വികസനത്തിലുള്ള ആ ട്രാക്ക് റെക്കോർഡിനെ ഒന്നും നേതാക്കൾക്ക് പോലും വരാം. ജയിക്കിന്റെ ഒരു മറുപടി ഇവിടെ വേണം. ഞാൻ ശ്രീ കെ ജെ ജേക്കബിലേക്ക് കൂടി പോകുന്നതിന് മുമ്പ് അദ്ദേഹവും എത്തിയിട്ടുണ്ട്. ജേക്കബ്, വികസനത്തിന്റെ കാര്യത്തിലൊന്നും അദ്ദേഹത്തിന് തർക്കമില്ല, നല്ല വികസനം ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷേ മറുപടി. അതായത് എനിക്ക് തോന്നുന്നു അദ്ദേഹം വിശാലമായ അർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന സമീപനങ്ങൾ, നിലപാടുധാരകൾ, അതിലെ ഉറപ്പില്ലായ്മ, അതിലെ വിശ്വാസ്യതക്കുറവ്, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് പ്രശ്നമായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എന്നാൽ സൂക്ഷ്മതയിൽ ഏതേത് കാര്യങ്ങളിലാണ് ഒരു ഇടതുപക്ഷ മുന്നണിയുടെ സ്വഭാവമില്ലാതെ കേരളത്തിലെ ഗവൺമെൻറ് പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ നിലപാടുകളിൽ കൺസിസ്റ്റൻസി ഇല്ലായ്മ അദ്ദേഹത്തിന് ഫീൽ ചെയ്ത ഏത് കാര്യങ്ങളിലാണെന്നുള്ള സൂക്ഷ്മതയിലേക്ക് അദ്ദേഹം പോയതുമില്ല. ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തരം വിശദാംശങ്ങളിലേക്ക് ഞാൻ തിരികെ പോകുന്നില്ല. ഇന്നിപ്പോൾ 4 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ദേശീയ മാധ്യമമായിട്ടുള്ള ഇത് ഹിന്ദു പത്രത്തിൻ്റെ റിപ്പോർട്ടാണ്, അവരുടെ വാർത്തയാണ്. ഹിന്ദു എന്തായാലും ഇടതുപക്ഷ ആഭിമുഖ്യം, CPM-ൻ്റെ മുഖപത്രം, അങ്ങനെ പറയാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. അവരുടെ വാർത്ത കർണാടക സർക്കാരിനെ സംബന്ധിച്ചുള്ളതാണ്. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന നമ്മുടെ നാട്ടിൽ, മലബാറിൽ പ്രത്യേകിച്ച് ലീഗും കേരളത്തിൽ പൊതുവിൽ കോൺഗ്രസും ഒക്കെ കർണാടകയെ കണ്ടുപഠിക്കൂ വിജയ എന്നെല്ലായ്പ്പോഴും നമ്മളെ ഉപദേശിക്കാറുള്ള കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നിന്നുള്ള വാർത്തയാണ്. വാർത്തയുടെ തലവാചകം എത്രയേ ഉള്ളൂ: 3,670 ഗവൺമെൻറ് സ്കൂൾസ് ക്ലോസ്ഡ് ഇൻ കർണാടക ബിറ്റ്വീൻ 2020 ആൻഡ് 2026. അതായത് ലളിതമായ മലയാളം, 3617 സർക്കാർ സ്കൂളുകൾ കർണാടകയിൽ ഈ അല്പവർഷങ്ങൾക്കിടയിൽ താഴെ വീണു, അതിനെ പൂട്ടിക്കെട്ടി എന്നുള്ളതാണ്. ഈ ഇന്ത്യൻ കാഴ്ചകൾക്ക് നടുവിലാണ് കേരളം നിൽക്കുന്നത്. അങ്ങ് പരിശോധിച്ച് നോക്കാം. വിദ്യാഭ്യാസം, ആരോഗ്യം, വിശപ്പ്, പട്ടിണി എന്ന് വേണ്ട മനുഷ്യസംബന്ധമായ ഏതു മേഖലയും കഴിഞ്ഞൊരു 15 കാലയളവിലെ ഇടതുപക്ഷ ഭരണത്തിന് കീഴിലുള്ള കേരളം എവിടെ നിൽക്കുന്നു? കോൺഗ്രസ് ഭരിച്ച കർണാടകയും തെലുങ്കാനയും ഹിമാചലും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ കാഴ്ച എവിടെ നിൽക്കുന്നു? there is an alternative എന്ന് ഏത് സംസ്ഥാനത്തെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞത്? ആങ്കർ ചോദിച്ച പ്രസക്തമായ ഒരു വാചകം നിങ്ങൾക്കുള്ള ബദൽ എന്ത് എന്നുള്ളതാണ്. ബദലിനെ സംബന്ധിച്ചൊരു ഒരു മറുപടിയിലേക്ക് പോകാൻ ബഹുമാനിയനായ സെക്രട്ടറി തയ്യാറായിട്ടില്ല, ഇരിക്കട്ടെ. പക്ഷേ ഈ ഇന്ത്യൻ സാഹചര്യത്തിലും, നിരാശജനകമായ ഇന്ത്യൻ സാഹചര്യത്തിലും ബദൽ സാധ്യമാണ് എന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ നോക്കി ഈ നയങ്ങളിൽ പ്രതിഷേധമുള്ള കോൺഗ്രസ്സുകാർക്കടക്കം പറയാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് ഏതാണ്? ജിഗ്നേഷ് മേവാനി ഏറ്റവും ഒടുവിൽ ചെയ്ത ട്വീറ്റ്, കേരളത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം, ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് ധാരയുടെ ഭാഗമായിട്ട് ജനപ്രാതിനിധ്യ സഭകളുടെ അംഗമാണ്. ആ കോൺഗ്രസ്സുകാരനായ ജിഗ്നേഷ് മേവാനി
നവാനി ദർ ഇസ് ആൻ ഓൾട്ടർനേറ്റീവ് എന്ന അഭിമാനത്തോടു കൂടെ വിളിച്ചു പറഞ്ഞത് അങ്ങ് കൺസിസ്റ്റൻസി ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ച കേരളമാണ്. കാരണം എന്താണ്, ഇന്ത്യയിലെമ്പാടും 20,000-ലധികം വരുന്ന സ്കൂളുകൾക്ക് താഴ്വീഴപ്പെടുമ്പോൾ, 10,000-കണക്കിന് അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ, ലക്ഷക്കണക്കിന് കുട്ടികൾ ക്ലാസ് മുറികളിൽ നിന്ന് പുറന്തള്ളപ്പെടുമ്പോൾ, അടച്ചുപൂട്ടപ്പെട്ട ഇന്ത്യൻ പൊതുവിദ്യാഭ്യാസ രംഗം തഴച്ചു വളരുന്ന 10 ലക്ഷം കുട്ടികൾ തിരികെ ഒഴുകിയെത്തുന്ന സ്കൂളുകൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് എത്തുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. LPSI, UPSI, HST, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, ആയിരക്കണക്കിന് വരുന്ന കേരളത്തിലെ ചെറുപ്പക്കാരികൾ, ട്രാൻസ്ജെൻഡറുകൾ PSC എഴുതി അന്തസ്സുള്ള വേതനത്തോടുകൂടെ അഭിമാനകരമായി ജോലിക്ക് കയറാൻ കഴിയുമെന്ന് അവർ കരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല കേരളത്തിന്റെ വിദ്യാഭ്യാസമാണ്. അങ്ങ് പരിശോധിക്ക്, ബദലല്ലേ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 125-ൽ 102-ാം സ്ഥാനത്താണ് ഇന്ത്യ. പട്ടിണി മരണത്തിൽ ഇന്ത്യ കൂപ്പുകുത്തുകയാണ്. അപമാന ഭാരത്താൽ ലോകത്തിന് മുമ്പിൽ ഇന്ത്യ ശിരസ് കുനിയുകയാണ്. ആ ഘട്ടത്തിൽ കേരളം എന്ത് ചെയ്യുകയാണ്? എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ നടത്തിക്കൊണ്ട് ടൈംസ് നൗവിന്റെ ഹെഡിങ് നിർബന്ധമായും മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ സഹ പാനലിസ്റ്റ് ഓർമ്മിക്കാതിരിക്കില്ല. ബാനിഷിംഗ് ദ ഫ്ലാഗ്സ് ഓഫ് എക്സ്ട്രീം പോവർട്ടി. അങ്ങനെയാണ് ടൈംസ് നൗ കേരളത്തെ കുറിച്ച് വാർത്ത എഴുതിയത്. ലെഫ്റ്റ് പാരഡൈസ് എന്നാണ് ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന എക്കണോമിസ്റ്റ്. അങ്ങേക്കറിയാമല്ലോ എന്നെക്കാൾ നന്നായിട്ട്, എക്കണോമിസ്റ്റ് ഇടതുപക്ഷ ജിഗുവയല്ല, പലപ്പോഴും ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മുഖമുദ്രയാണ്. എക്കണോമിസ്റ്റ് കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചിട്ട് എഴുതിയ തലവാചകം ലെഫ്റ്റ് പാരഡൈസ് എന്നാണ്. എന്നിട്ട് ഈ കേരളത്തെ കുറിച്ച് അവർ പറഞ്ഞത് എന്താണ്? ലോകത്തിന് സ്കാൻഡിനേവിയ എങ്ങനെയാണോ അങ്ങനെ ഇന്ത്യക്ക് മാതൃകയായി സ്വീകരിക്കാൻ കഴിയുന്ന സംസ്ഥാനത്തിന്റെ പേരാണ് ലെഫ്റ്റ് പാരഡൈസ് ആയ കേരളം എന്ന് പറയുകയാണ്. ഇവിടെയാണ് അങ്ങ് കാണേണ്ടത്. ചെറുകാടിന്റെ പ്രസിദ്ധമായ വാചകമുണ്ടല്ലോ, എന്റെ മുരിങ്ങാമര ചോട്ടിലിരുന്നിട്ട് നക്ഷത്രങ്ങളെ കാണണം. നമ്മുടെ വീടിന്റെ ഇറയത്തിരുന്നുകൊണ്ട് അങ്ങ് ലോകത്തിലേക്ക് നോക്കുക. ഈ കാര്യങ്ങളിലാകെ തളർച്ച ലോകത്തും ഇന്ത്യയിലും സംഭവിക്കുമ്പോൾ ഇവിടെ ബദൽ സാധ്യമാണ് എന്ന് അച്ചടിച്ചൊരു പുസ്തകത്തിൽ പറയുകയല്ല, ജീവിതങ്ങൾ കൊണ്ട് യാഥാർത്ഥ്യമാക്കുകയാണ്. അല്ലെ? ആ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ യാത്ര തുടരേണ്ടതില്ലേ എന്ന് കേരളം, ഇടതുപക്ഷം, അവിടുത്തെ മനുഷ്യർ ചോദിക്കുന്നത്. ശരി.